നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയ്ക്കടുത്ത് പേരേറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അതിഥി ഇങ്ങനെ ഇഴഞ്ഞു വന്ന് ആ ഒരു വർക്ക് ഏരിയയ്ക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന വർക്ക് ഏരിയ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു അതിനകത്തോട്ട് ഇഴഞ്ഞു കയറിയിരുന്നു. ആ സമയത്ത് തൊട്ട് അവരോട് കാത്തു നിൽക്കുന്നത്. ഇവിടെ ഞാൻ ഈ വഴി വന്നപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഈ വഴി ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് വലതുസൈഡിലൊരു വീട്ടിൽ ഞാനൊരു കുറച്ച് നാളുകൾക്ക് മുന്നേ രാത്രിയിൽ പാതിരയ്ക്ക് ഒരു പാമ്പ് അതിഥി പിടികൂടാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പാമ്പ് ഇഷ്ടം പോലെ അതിഥികളുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഞാൻ സ്ഥിരം വർക്കല പോകുന്നൊരു റൂട്ടാണ്. അപ്പോൾ ഇദ്ദേഹം വിളിച്ചിട്ടാണ് വന്നു തോന്നി. ഈ വീടിൻ്റെ ഓണർ വിളിച്ച പറഞ്ഞ് ഓർമ്മയുണ്ട് സുരേഷ്, ഞാൻ അന്ന് അവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു, അന്ന് വിളിച്ച് രാത്രി വന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ ആ വിളിച്ച വാർഡ് മെമ്പർ അതിഥിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്താണെന്ന് അദ്ദേഹത്തോടൊപ്പം ചോദിക്കാം. നമസ്കാരം, സുഖമായിരിക്കുന്നല്ല? എന്തുണ്ട് വിശേഷം? സുഖം. അന്ന് ആ റൈറ്റിലിരിക്കുന്ന വീട്ടിലല്ലേ ഞാൻ വന്നത്? അത് എത്ര നാളായി കാണും അത് വന്നിട്ട്? ഒരു മാസത്തിൽ കൂടുതലായില്ലേ? ആ, പിന്നെ അല്ലാതെ അത് പിന്നെ ഒരു വർഷത്തിനകത്ത് അത് അപ്പുറത്തുണ്ട്, അത് വേറെ വഴിയല്ലേ? അതപ്പുറം. ഇതിപ്പോൾ ഇത് ഒരു മാസമാവും, ഒരു മാസം മുമ്പ്. ഇതെവിടെയെന്നാ പറഞ്ഞേ? ഇതിനകത്ത് ഈ സമയം തൊട്ട് ആ സമയത്ത് നിങ്ങൾ ആളുണ്ടോ ഇതിനകത്ത്? അമ്മ അപ്പൊ ബാത്റൂമിൽ പോയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കയ്യേറി വീട്ടിൽ നടന്നപ്പോ ഇങ്ങോട്ട് എറിഞ്ഞു പോകണം, അകത്തോട്ട്. എന്താണെന്ന് കണ്ടില്ല. എന്താണെന്ന് തല കൃത്യമായിട്ട് കണ്ടില്ല, പക്ഷെ എന്റെ ശരീരം മൊത്തം കണ്ടു. സ്പീഡിലങ്ങ് ആ സ്പീഡിനെ കയറി പോകണേ. വയസ്സ് ചെറുതായിരുന്നു, ഇത്ര വയസ്സല്ല. അപ്പം ഞങ്ങളെ മെനക്കേടാക്കിയാണ്. ഞങ്ങൾ ഇദ്ദേഹം പറഞ്ഞാൽ വലിയ മൊട്ടക്കാട്ട സാധനം തന്നെ, മൊട്ടക്കാട്ട സാധനം. എന്താ കയറ്റമുണ്ട് ഇവിടെ? വേറെ തത്തയുണ്ട്, പിന്നെ എലി. എന്ത് തത്തയാ? ഓ, ഇതോ? ഈ സൺ കൊണിയൻ. ആ, ഓ, വേറൊന്നുണ്ട്. എലിയുണ്ടോ? ഓ, ഇതോ? അടിപൊളി. എത്ര ഉണ്ട് ഇത്? എത്ര നാളുണ്ട് കുറയുന്നുണ്ട് ഇതിനകത്ത്? ആ, ഇതിന്റെ എണ്ണം കുറയുന്നുണ്ട്. എത്ര ഉണ്ടായിരുന്നു അപ്പോൾ? ആ, വലുതോ? ഈ ടൈപ്പ് ഇത് കിടക്കുന്നത് വലുതാണ്. അത് കുറഞ്ഞോ? അടിപൊളി. നിങ്ങൾ കയ്യിലൊന്നും പിടിച്ചെടുക്കാറില്ലേ ഇതിന്? ഇത് പ്രസവിച്ച് കിടക്കുന്നുണ്ട്, ഒത്തിരി വയലൻ്റ് ആണ് അല്ലേ? ഓഹോ, അടിപൊളി. പാമ്പിനെ പിടിക്കാനുള്ള വേലിയെ കിട്ടുന്നില്ല കേട്ടോ. ഓ, ഇത് അടിപൊളി. അപ്പോൾ ഇത് എത്ര ഉണ്ട്? ഒത്തിരി കുറവുണ്ടോ ഇപ്പോൾ? ഇപ്പോൾ എത്ര ഉണ്ട് വലുത്? അപ്പോൾ ഇവർ പിടിച്ചു പോവേ? രണ്ടാളുകളേ ഉള്ളൂ. ആദ്യം കൊണ്ടുവന്നപ്പോ 2-3 ആണുങ്ങളുണ്ടായിരുന്നു, ഒരു വലുതൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഫുൾ വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അപ്പോൾ ഇവൻ പിടിച്ചു പോവായിരിക്കും അങ്ങനെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ആ, കുഞ്ഞും കിടപ്പുണ്ടല്ലേ? കുഞ്ഞുങ്ങളുണ്ട്. അടിപൊളി. വീട്ടിൽ പിന്നെ ഇതിനെ എണ്ണം കുറഞ്ഞപ്പോൾ ഇതിനെ അവൻ തട്ടി. അപ്പോൾ ഉറപ്പാണ് അവൻ സ്ഥിരമായിട്ട് കയറി വരെയായിരിക്കും. ഇതിനൊക്കെ എത്ര വിലയുണ്ട് മോനെ? ഇത്രയും വിലയുണ്ടല്ലേ? മോൻ വിറ്റോല്ലോ? എനിക്ക് പാമ്പിന് കൊടുക്കാൻ വേണ്ടി വളർത്തിയാണ്. ഓ, അങ്ങനെ. ശരി, ഞാൻ വിൽക്കാൻ വേണ്ടിയല്ല, പാമ്പിന് കൊടുക്കാൻ വേണ്ടി. ആ വന്നെങ്കിൽ അകത്തൊന്ന് കഴിച്ചുകൊണ്ട് പോകണം അല്ലേ? അടിപൊളി. എന്ത് ചെയ്യുന്നു മോനെ ഇപ്പോൾ? എന്ത് പിന്നെ? +1. ആ, ഏതാ എടുത്തേക്കണേ? എലിയായിട്ടൊരു ബന്ധമില്ല, പാമ്പോട്ടൊരു ബന്ധമില്ല അല്ലേ? വെച്ചേക്കാൻ പാവം. അപ്പം നമുക്ക് നമ്മുടെ സമയങ്ങൾ എന്തായാലും അവരോട് കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇതിനകത്താണ് നമ്മുടെ അവർ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയം തൊട്ട് ഒരുപാട് സമയം. എത്ര സമയമായിക്കണം ഇപ്പോൾ എല്ലാം കൂടെ? ഒരു 2 മണിക്കൂറാണ്. ഒത്തിരിയായല്ലേ? അപ്പം നമ്മൾ എന്തായാലും ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു വർക്ക് ഏരിയ. ഒരു സ്റ്റോർ റൂം.
വർക്ക് ചെയ്യുന്ന സ്റ്റോർ റൂമാണ്. അപ്പോൾ ഇതിനകത്ത് അവരുടെ പാത്രങ്ങൾ മറ്റു നിത്യോപയോഗ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ മോൻ പറഞ്ഞില്ല അവിടെ എലി ഇരിപ്പുണ്ട്. അപ്പോൾ എലിയുടെ എണ്ണം കുറയുന്നുണ്ട്. എലിയുടെ എണ്ണം അവർ വെച്ചിട്ട് നമുക്കുള്ള എലിയുടെ എണ്ണം ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരൻ രാവിലെ പോയാൽ രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇവിടെ പിന്നെ പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവന് വിശാലോട്ട് പകരം ഇവിടെയൊക്കെ പെരുമാറാം. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ഇതിനെ ഒന്നും മാറ്റാതെ ഈ സാധനങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ ഒതുക്കാം. എന്താണ് നമ്മൾ കണ്ടില്ല. അപ്പോൾ 2 മണിക്കൂറിലായെന്ന് പറയാം. അപ്പോൾ കയറും മേളിൽ കയറാം. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടോ, ആ ഒരു ഹോളുണ്ട്. അത് വേണമെങ്കിൽ വെളിയിൽ പോവുകയും ചെയ്യാം. അതിനും സാധ്യതയുണ്ട്. കാരണം വെളിയിൽ ചാടാൻ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെ മേളുവശം നോക്കി പതുക്കെ ഒതുക്കി പോകാം. അല്ല എല്ലാം കൂടി വാരി മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് അശ്രാന്തമായൊരു പണിയാണ്. പിന്നെ നമുക്ക് കൊണ്ടെന്ന് പറയുകയെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് താപ്പോട്ട് പോകാം. ഒരു അനക്കവും കാണുന്നില്ല. ഇനി എവിടെയാണെന്ന് ആ ടോർച്ചിങ് തരാൻ പറയട്ടാ. ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു പഴയ VCR സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ കിട്ടി നമ്മൾ അപ്പോഴും ആഗ്രഹിക്കട കൊടുത്തന്നെ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ കേട്ടോ. പിന്നെ സംശയമുള്ളത് എനിക്ക് ഇതാണ്. ഇതിനകത്ത് ഇല്ല, ഇത് ലോക്ക് കണ്ടോ. ഇതിനകത്തൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു സ്പേസാണ്. അപ്പോൾ നമുക്ക് കൈയിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. ഇതൊരു എലിയുടെ കൂടാണ്. അപ്പോൾ നമ്മൾ ഇതും ശ്രദ്ധിക്കണം. കണ്ടോ, ഇതിനകത്ത് ഇന്നലെ അറിയാൻ പറ്റില്ല. കണ്ടോ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. നമ്മൾ പൊളിച്ച് നോക്കിയത് അടിയിലൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തില്ല. ഇനി നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനായിട്ട് ഈ ഒരു ബോക്സും ഉണ്ട്. അവിടെ TV ഉണ്ട്. ഒരു ചെറിയൊരു പെട്ടി ഇതിനകത്തിട്ട് പോകും. പിന്നെ ഇത് മാത്രം നമ്മൾ നന്നായിട്ട് നോക്കണം. കാരണം ഇതുവരെ പുള്ളി കണ്ടിട്ട് ഇവിടെ നിന്ന് പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ കണ്ടതിന് ശേഷം അവരുടെ നിന്ന് മാറിപ്പോയിട്ടില്ല. ഇത് അനക്കിയപ്പോൾ ഇവിടെ എന്താ ഇതിൻ്റെ അടിയിൽ കൂടി ഇതിനകത്തോട്ട് എവിടെയോ മാറി. ഇവിടെ ഞാൻ അടുത്തിപ്പോൾ കണ്ടായിരുന്നു. ഈ അടുപ്പിനകത്ത് നോക്കട്ടെ. ഈ അടുപ്പിനകത്ത് തന്നെയുണ്ട്. പുള്ളി പറഞ്ഞത് അത്ര വലുതൊന്നുമല്ല, എന്നാലും ഒരു കുഞ്ഞൻ മൂർക്കൻ.
അപ്പോൾ സുഖമായിട്ട് അദ്ദേഹത്തിലൂടെ കിടക്കാം, ജീവിക്കാം. ഞാൻ എന്തായാലും അടുപ്പ് പൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും വിശക്കുമ്പോൾ കഴിക്കുന്നത് 10 രൂപയുടെ ദോശയാണ്. ദോശയും സാമ്പാറും എന്തെങ്കിലും. ഇവിടെ ഇദ്ദേഹം കഴിക്കുന്നത് 1000 രൂപ വിലയുള്ള മൈസുകളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വീട്ടിൽ, മോൻ്റെ വീട്ടിൽ മോന് ഹോമനിച്ച് വളർത്തിയ എലിയെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞു മൂർഖൻ കണ്ടില്ലേ. കുഞ്ഞു മൂർഖൻ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞ് 3.5 മാസത്തേക്ക് അടുത്തുള്ള പ്രായമേ ഉള്ളൂ. ആ പറയാൻ കാരണം അറിയില്ല. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം മുട്ട വിരിയുന്ന സമയം, മുട്ട ഇടുന്ന സമയമൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഇണ ചേരുന്നതൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇത് ഇത്ര പ്രായമേ ഉള്ളൂ, 3.5 മാസത്തോളം പ്രായം വരും. എന്തായാലും സന്തോഷം. മോൻ കണ്ടത് നന്നായി. പുള്ളി കഴിച്ചിട്ട് കൈ കഴുകി പോയത് അമ്മ ടോയ്ലറ്റിൽ കയറിയതേ ഉള്ളൂ. അപ്പോഴും അമ്മ കാണുന്നില്ല. മോനാണ് കൈ വിട്ട് തിരിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് അകത്തോട്ട് അങ്ങനെ ഒരാൾ ഇങ്ങനെ എഴഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, വരാനുള്ള സാഹചര്യം ആ ബാത്റൂമിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന വഴി കൂടെ മാത്രമേ ഉള്ളൂ, വേറെ ഒരു വഴി ഇതിനകത്ത് വരാം. പിന്നെ അടുക്കളയിലല്ലേ വരാം. പക്ഷേ ഇവർ കണ്ടില്ല. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന അകത്തേക്ക് കണക്ഷൻ കാണും. അപ്പോൾ അതിലേ കയറി വരുന്നു, ഫുഡ് കഴിക്കുന്നു, തിരിച്ച് അതേപടി അങ്ങ് പോകുന്നു. അവിടെ നന്നായിട്ട് ഫുഡ് ഉണ്ട്. ഇത് ഈ വിലയുള്ള സാധനം ഉണ്ട്. ഇനിയിപ്പോൾ അവരെന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് അത് നെറ്റ് വെച്ച് സീൽ ചെയ്യണം. നമ്മുടെ പ്രാവശ്യം ഒരുപാട് മൂർഖനെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇതേണ്ട കുഞ്ഞൻ ഉണ്ടല്ലേ. കുഞ്ഞിനൊരു 3.5 മാസത്തോളം പ്രായം വരുന്ന സർപ്പം എന്നറിയപ്പെടുന്ന, നാഗം എന്നറിയപ്പെടുന്ന, നല്ല പാമ്പ്, നല്ലാത്തൻ പാമ്പ് എന്നറിയപ്പെടുന്ന ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ മുട്ട വിരിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ നത്തോലി മീൻ വാരിയെടുക്കും പോലെ കുഞ്ഞ് മീൻ വാരിയെടുക്കുമ്പോൾ 2 കൈ കൊണ്ട് വാരിയെടുക്കാൻ നമ്മൾ പ്രേക്ഷകർ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. കുഞ്ഞ് മൂർക്ക് അതിലെ കടി കിട്ടിയിട്ട് അറിയാം. നമ്മുടെ പ്രേക്ഷകരിനെ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ മുട്ട വിരിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കടിച്ച് തൂങ്ങി കിടക്കുന്നതൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ എപ്പിസോഡിൽ തന്നെ കുഞ്ഞുങ്ങളിങ്ങനെ മുട്ട വിരിച്ച് നമ്മൾ 100 കണക്കിൽ 1, 2, 10 കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുങ്ങളിങ്ങനെ ഒരുമിച്ചിട്ടിട്ട് ഈ ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് വാരി എടുക്കുമ്പോഴൊക്കെ കടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഈ സെയിം അതിഥിയുടെ കടി ഏറ്റിട്ടാണ് അവസാനമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. കഴിഞ്ഞ വർഷം 2025 നവംബർ മാസം ഡിസംബർ മാസം 23-ാം തീയതി കടി കിട്ടുന്നത്. ഇതേ സെയിം ഇത്രയും അളവുള്ള ആളുടെ കടി കിട്ടിയിട്ടുണ്ട്. കാരണം വലുത് കിട്ടിയിട്ട് ഞാൻ സാറിന് കിടക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടിയിട്ട് ഞാൻ ഏകദേശം 15 ദിവസത്തോളം കിടന്നു. കഴിഞ്ഞ 2025 ചരിത്രത്തിൽ ആദ്യമായിട്ട് കുഞ്ഞു മുറുകിൻ്റെ കടി കിട്ടിയിട്ട് കിടന്നത് ആദ്യമാണ്. അത് നമുക്കറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ കാണിക്കുന്നു, നിങ്ങൾ ഒരിക്കലും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഒന്നും. രണ്ടാമത്, പാമ്പ് ഇപ്പോൾ വീട്ടിനകത്ത് വരുമ്പോൾ നമ്മളൊക്കെ ഒരു വീട്ടിനകത്തൊക്കെ പാമ്പ് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടതില്ല, ഒരിക്കലും നിങ്ങൾ എന്താ പറയേണ്ട. ഈ വീടിന് നമ്മൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നല്ല കണ്ണാടി പോലെ ഒരു വേസ്റ്റ് സാധനങ്ങൾ കൂട്ടി വെക്കാതെ നല്ല 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 എന്താ പറയുക, നല്ല നീറ്റായിട്ട് ഇട്ടിരിക്കുന്നൊരു വീട്. അപ്പോൾ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. ഒരു വീട് വൃത്തിയായിട്ട് കിടന്നാലും വീട് വൃത്തിഹീനമായിട്ട് കിടന്നാലും ഒക്കെ പാമ്പതിൽ നമ്മുടെ വീട്ടിലേക്ക് വരും. അതിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വേറെ ഒന്നും കൊണ്ടല്ല, ഫുഡ് തേടി വരുന്നതാണ്. പിന്നെ അടുത്ത് പറമ്പുകൾ ജീവിക്കുമ്പോൾ, പറമ്പുകളിൽ താമസിക്കുമ്പോൾ അവർക്കൂടെ നമ്മൾ കാട് വെട്ടി വൃത്തിയാക്കുമ്പോഴോ JCB ഉപയോഗിച്ച് വൃത്തിയാക്കുമ്പോഴോ ഒക്കെ ഇവിടെ സാന്നിധ്യം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, ഒരിക്കലും നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് പേടിയൊന്നുമില്ല. നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ഒരു പാമ്പ് കുഞ്ഞുങ്ങളെ കണ്ട അപ്പോഴും ഞാൻ തട്ടി ബക്കറ്റ് ഇട്ടുകൊണ്ട് പറമ്പിൽ കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ പല ആൾക്കാരും ഇതിനെ ഭീതിപ്പെടുത്തുന്ന ഒരു ഭയങ്കര സംഭവം, ഇതെന്തോ വലിയ ഭൂമിയിൽ ഭയങ്കര ഭയപ്പെടേണ്ട ഒരു ജീവിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ആൾക്കാർക്ക് പേടി വർദ്ധിക്കുന്നു. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ വരുന്ന തൊട്ട് താഴെ ഒരു തോടാണ്. തോട്ടിനകത്തൊക്കെ ഇഷ്ടം പോലെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പിടികൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കുളിമുറിയുടെ ആ വേസ്റ്റ് കൂടെ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള, കുളിമുറിയിൽ നിന്ന് വെള്ളം പോകുന്ന, നമ്മൾ കുളിക്കുന്ന വെള്ളം പോകുന്ന ആ ഹോളുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ നെറ്റ് വെച്ച് ക്ലോസ് ചെയ്യണം. നെറ്റ് വെച്ച് ക്ലോസ് ചെയ്യാൻ അതുവഴി കയറി വരും. അപ്പോൾ ഇവർക്കറിയില്ലല്ലോ, എനിക്ക് അത് അവിടെ പോയി കഴിഞ്ഞാൽ വീട്ടിനകണമെന്ന് അറിയില്ല. അവർ തൂമ്പ് കാണുമ്പോൾ തൂമ്പിനകം ഇരുട്ടാണ്, അത് അവരുടെ ഷെൽട്ടറാണ്. അപ്പോൾ അതിൽ കൂടെ കയറി അകത്തേക്ക് വരുമ്പോൾ വിശാലമായ ഷോർ വീട്. അപ്പോൾ ഇവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മുൻകരുതലുകൾ മാത്രം നിങ്ങൾ എടുക്കുക. ഒരു ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ അടക്കുക. വീട്ടിൻ്റെ പിന്നിൽ
ഉള്ള പടിയിൽ നിർബന്ധമായിട്ട് അടിപ്പടി വെക്കുക, വീട്ടിൻ്റെ മുന്നിലും അതുപോലെ അടിപ്പടി വെക്കണം. ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞതാണ്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാമ്പ് കടിയിൽ നിന്നും പാമ്പിൻ്റെ അപകടത്തിൽ നിന്നും നമുക്ക് ഒരാളിനും അപകടം കൂടാതെ നമുക്ക് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതുകൂടി ഓർമ്മ. അപ്പോൾ ഞാൻ ഓരോ കുഞ്ഞിന് അതിഥികളെ കിട്ടുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും നോക്കുന്നത് എന്താണെന്നറിയാം, ഒരുപാട് അനുഭവങ്ങൾ. ഈ തലയുടെ പുറകിൽ എന്തെങ്കിലും പാടുകളുണ്ടോ, അല്ലെങ്കിൽ നമ്മളീ കാണും പോലെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, ഈ മാർക്കിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്. ഓർക്കുക, നമ്മൾ പ്രേക്ഷകർ ഓർക്കാൻ മറന്നുപോകാൻ സാധ്യതയില്ല. നമ്മളൊരു ലവ് ചിഹ്നമുള്ള ഹൃദയത്തിൻ്റെ ഹാർട്ടിൻ്റെ അതേ സിമ്പലുള്ള അല്ലെങ്കിൽ ആ ചിഹ്നമുള്ളൊരു മൂർഖിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പത്തെ വർഷം അത് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ 2 തലയുള്ള അണലി അതിഥി അടുത്ത കാലത്ത് പരിചയപ്പെടുത്തി. ഈ വർഷത്തെ 2026 ഡെലിവറി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മളൊരു നീർക്കോലി വാട്ടർ സ്നേക്ക്, ചെക്കയിലെ കീൽ ബാക്ക് സ്നേക്കിനെ 2 തലമുള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണത്തിൽ നമുക്ക് പ്രത്യേകതയുള്ള 2 ഉടലുള്ള മൂർഖനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 2 ഉടൽ ഉള്ള മൂർഖൻ്റെ കുഞ്ഞിനെ എനിക്ക് എൻ്റെ വീട്ടിൽ മുട്ട വിരിയിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ടാകുന്ന മനസ്സിലാക്കാൻ വേണ്ടിയാണ് എൻ്റെ യാത്ര. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ പണ്ട് കാലങ്ങളിൽ തല്ലി കൊന്നുകൊണ്ടിരുന്ന കഥ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇവരെ ബോട്ടിലാക്കി പറമ്പിലേക്ക് കൊണ്ടുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഈ പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ സ്വന്തം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം കൊണ്ട് 1200 എപ്പിസോഡ് കഴിഞ്ഞ് പോകുന്ന നമ്മുടെ പ്രോഗ്രാം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മളെ പ്രേക്ഷകരെ ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മളതിന് സമയം കളയുന്നില്ല. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബോട്ടിലാക്കണം. ചേട്ടാ ബോട്ടിലുണ്ടോ? ബോട്ടിൽ ഓക്കെ തുറക്കാം. അപ്പോൾ നമ്മളറിയാം ഇതൊരു ചെറിയ കുഞ്ഞ് അതിഥി ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്തൊരു സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട മുൻ ഇവിടുത്തെ വാർഡ് കൗൺസിലർ അതിഥിയുടെ വീട്ടിൽ വീട്ടിൻ്റെ നിത്യേന ഉപയോഗ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും കൂട്ടി വെക്കുന്ന സ്റ്റോർ റൂമിനകത്ത് നിന്ന് പിടികൂടിയ 3.5 മാസത്തോളം പ്രായമുള്ള പെൺമൂർഖിന് അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ മാത്രം നന്ദി. നമസ്തേ.